അനീഷ് വന്നിട്ട് കിച്ചൺ ടീമിനോട് പറയാം, നിങ്ങൾക്ക് എന്താ ഇത്രയും സമയമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അനീഷിനോട് പറയാം, ഇത് കിച്ചൺ ടീമിൻ്റെ തീരുമാനമാണ്, അവർ എപ്പോൾ ഉണ്ടാക്കുന്ന അപ്പോഴേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അനിമോൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അനിമോൾ ചോദിക്കുന്നത്, ദോശ ഉണ്ടാക്കാനാണ് ഇത്ര പാടെന്ന് ചോദിക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയ ദോശയല്ലേ കഴിച്ചതെന്ന് അക്ബർ ചോദിക്കുന്നത്. അനിമോൾ ചോദിക്കുന്നത്, നീ കൊണ്ടുവന്നതാണോ, നീ അധ്വാനിച്ച് കൊണ്ടുവന്നതാണോ, അതോ നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ? 5 വയസ്സുള്ള കൊച്ചു പിള്ളേരോട് പറഞ്ഞാൽ ദോശ ഉണ്ടാക്കാൻ അറിയാമല്ലോടാ. മാവ് ഞാൻ തന്നെ കുഴച്ച് ഞാൻ തന്നെ ദോശ ഉണ്ടാക്കി ഞാൻ തന്നെ ഉണ്ടാക്കിയ കൈയാന്ന് പറഞ്ഞ് അക്ബർ കൈ പൊക്കി കാണിക്കുന്നു. അനിമോൾ നടന്ന് ബാത്റൂം ഏരിയയിലോട്ട് അങ്ങ് പോകുന്നു. അക്ബർ പറയുന്നത്, രാവിലെ മൂക്കുമുട്ട തിന്നതിന് ഞാൻ എന്താ പറയണമെന്ന്. അനിമോൾ വീണ്ടും തിരിച്ചു നിന്നിട്ട് പറയാം, അയ്യോ 2 ദോശയാണോ മൂക്കുമുട്ട തിന്നേ? എടാ നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മാവൊന്നും അല്ലല്ലോ, വലിയ സംഭവമായിപ്പോയി. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാണല്ലോ നിൻ്റെ സംസാരം കേട്ടാ. നീ മാത്രമേ ദോശ ഉണ്ടാക്കുള്ളൂ, ആർക്കടാ ദോശ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ അനിമോൾ വന്ന് സോഫയിലങ്ങ് ഇരിക്കുന്നു. ഉടനെ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് നിവിൻ വരുന്നത്. നിവിൻ വന്നിട്ട് പറയുന്നത്, ഇവിടെ കിച്ചൺ ടീം തീരുമാനിക്കും എപ്പോൾ ഉണ്ടാക്കണം എപ്പോൾ ഉണ്ടാക്കത്തില്ല എന്ന്. നിൽക്കാൻ പറ്റുന്നവർ നിന്നാൽ മതി, അല്ലെങ്കിൽ പോടി. അനിമോൾ പറഞ്ഞു, നീ പോടാ, സൗകര്യമില്ലടാ നിങ്ങളുടെ സമയം വരെ സഹിച്ചിരിക്കാനാ, പോടാ, ഞങ്ങൾക്ക് സൗകര്യമില്ലടാ. സൗകര്യമില്ലെങ്കിൽ പോടി, ഇറങ്ങിപ്പോടി, സൗകര്യമില്ലെങ്കിൽ ഇറങ്ങിപ്പോടി. ഗ്യാസ് നിറഞ്ഞാലേ ബിഗ് ബോസിനോട് പറഞ്ഞാൽ മതി, ഗ്യാസിൻ്റെ ഗുളിക തരും. അനിമോൾ പറയുന്നത്, നീ ആ ഗ്യാസ് കുറ്റിയുടെ മേലെ കയറി ഇരിയടാ. ഇപ്പോൾ ടാസ്ക് വരുമ്പം ചിലപ്പോൾ സമയം വൈകും, ചിലപ്പം രാത്രിയാവും, അതൊക്കെ സഹിച്ച് നിൽക്കാമെന്നെങ്കിൽ മാത്രം നിന്നാൽ മതിയടി. ഇതിനു മുമ്പ് ടാസ്ക് വന്നിട്ടുണ്ടടാ. പോടാ, നീ നിൻ്റെ വീട്ടിൽ പോയി വിളിയടാ, പോടീന്ന്. ബിഗ് ബോസ് വീട്ടിൽ ഫുള്ളടി, ആർക്കും ഭക്ഷണം കിട്ടുന്നില്ല, ഒന്നുമില്ല, സമയത്തിന് ആഹാരമില്ല, ഡിന്നറില്ല, ലഞ്ചില്ല, ഒന്നുമില്ല, ഭയങ്കര അടി. കിച്ചൺ ടീമും ക്യാപ്റ്റന്മാരും എല്ലാം സെയിം ആയിപ്പോയി. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.